ഹലോ ഗൈസ്, ഫൈനലി ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഞാൻ ട്രിവാൻഡ്രത്തോട്ട് മൂവായി ആൻഡ് ലുക്ക് വാട്ട് ഐ ഫൗണ്ട്. സിബമിൻ്റെ ഒക്കെ വീഡിയോ മാത്രമേ ഇങ്ങനത്തെ വലിയ ഫാനുകൾ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു ജിമ്മിൽ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫാനൊക്കെ ഇരിക്കുന്നത് കാണുന്നത്. സോ ഈ ജിമ്മ് ഏതാണെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ വാട്ട് ആം ഐ ഡൂയിങ് ഹിയർ ഇൻ ട്രിവാൻഡ്രം, ഹൗ ഡു ഐ ഫൈൻഡ് ഇറ്റ് ഹിയർ, അങ്ങനത്തെ ചില ബേസിക് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വ്ളോഗിൽ സംസാരിക്കാൻ പോകുന്നത്. ഐ വിൽ ഷോ യു അറൗണ്ട് ദ ജിം. ഒരു രക്ഷയില്ല, ജിം അടിപൊളിയാണ്, നല്ല സ്പേഷ്യസുമാണ്. സാറ്റർഡേ സൺഡേ നമുക്ക് ഓഫാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ടൈമൊന്നും നോക്കിയില്ല. ഇന്ന് ഞാനൊരു 1:15 ആയപ്പോഴത്തേക്കും വർക്കൗട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഉച്ച സമയമാണ്, അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. പിന്നെ ഈ ജിമ്മിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ വർക്കൗട്ട് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആംസാണ്. സോ അറ്റ് പ്രസൻറ്റ് എൻ്റെ ട്രെയിനിങ് സ്പ്ലിറ്റ് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 days പാറ്റേൺ ആണ്, 2 days റെസ്റ്റ് വരും. അതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ 4 ദിവസത്തെ സ്പ്ലിറ്റേ ഉള്ളൂ. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നതാണ് 5 day എന്ന് പറഞ്ഞ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ സ്വന്തം പ്ലാനൊന്നുമല്ല, ഞാൻ വേറൊരാളുടെ പ്ലാൻ നോക്കി ചെയ്യുന്നതാണ്, ജോയൽ കെല്ലറ്റിൻ്റെ. ഐ എം നോട്ട് ഗോയിങ് ടു ഷെയർ ഇറ്റ് ലൈക്ക് എക്സാക്ട്ലി ആ പ്ലാൻ പുള്ളി തന്നേക്കുന്ന പ്രകാരം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി എഫോർട്ട് ഇട്ടുണ്ടാക്കിയൊരു ബുക്കുണ്ട്, ഐ സജസ്റ്റ് യു ബൈ ദാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് താല്പര്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുടെ മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെ പല കാര്യങ്ങൾ. ഈ പുള്ളി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ അർണോൾഡ് എന്നറിയപ്പെടുന്ന സപ്ലിമെൻ്റ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, പണ്ട് യൂസ് ചെയ്യുമായിരുന്നു. ഐ എം നോട്ട് സെയിങ് സ്റ്റെറോയിഡ്സ് ബട്ട് പ്രോട്ടീൻ പൗഡർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പക്ഷേ അത്യാവശ്യം കാശുള്ളൊരു പോയിന്റിലാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ബിക്കം ലൈക്ക് ഹിം. ലൈക്ക് സപ്ലിമെൻറ്റ്സ് ഒന്നുമില്ലാതെ അങ്ങനെ തന്നെ ചെയ്യാനാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് Day 1 ലെഗ്സ്, പിന്നെ Day 2 വരുമ്പോഴത്തേക്കും നമുക്ക് ചെസ്റ്റ് ആൻഡ് ഷോൾഡർ, Day 3 വരുന്നത് ബാക്കാണ്, Day 4 വരുന്നത് ആംസാണ്. ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീക്കിൽ 7 days ഉള്ളതിൽ ഏത് ദിവസം വേണം നമുക്ക് റെസ്റ്റ് ഡേ ഇടാം. അപ്പം എനിക്ക് തോന്നുന്നു ലെഗ് ഡേ കഴിഞ്ഞ് എനിക്ക് റെസ്റ്റ് ഡേ വേണം, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. സെക്കൻഡ് ഡേ റെസ്റ്റ് ഡേ, പിന്നെ ഒരു റെസ്റ്റ് ഡേയും കൂടെ ആഴ്ചയിലെടുക്കാം. അങ്ങനെയാണ്. സോ 5 day എന്നാണേലും വീക്കിലി ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ. ഇന്ന് നമുക്ക് ആംസ് ഡേ ആണ്. അപ്പോൾ ആംസിന് വേണ്ടി എഴുതി വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, നമുക്ക് ആംസ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് പുഷ് ഡൗൺ, പുഷ് ഡൗൺ വെച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഫോം ഞാൻ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് എൽബോ പെയിൻ സ്ഥിരം ഉണ്ടായിരുന്നു. സോ വി വോണ്ട് ബി ഗോയിങ് ഹെവി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ബോഡി ഡിസൈൻ ചെയ്യുന്ന ഓരോ രീതിയിലാണ്. ചിലരുടെ ഹൈറ്റ്, കൈയുടെ നീളം, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് അവർക്ക് ഒത്തിരി ഹെവി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആ സെയിം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രൈസെപ്സ് ആയിരിക്കത്തില്ല വർക്ക് ചെയ്യുന്നത്. എനിക്ക് ട്രൈസെപ്സിലും കൂടുതൽ ഫോറാം ആക്ടിവേറ്റ് ആകും. എന്നിട്ട് എനിക്ക് അങ്ങനെ ഫുള്ള് എൻ്റയർ ഹാൻഡ് ആൻഡ് ട്രൈസെപ്സ് വെച്ചാണ് ഞാൻ പുഷ് ചെയ്യാൻ നോക്കുന്നത്. എൽബോയ്ക്ക് അപ്പോൾ ഒത്തിരി സ്ട്രെയിനും വരുന്നുണ്ട്. സോ ആസ് ഓഫ് നൗ ഞാൻ ജോയൽ കെല്ലറ്റിൻ്റെ ഫോം നോക്കി പഠിച്ചതിൽ നിന്ന് ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. പുള്ളി ഫോമും കറക്റ്റായിട്ട് ആ ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രൊമോഷനൊന്നുമല്ല, ഐ ബോട്ട് ദ ബുക്ക് ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ്സ് വർത്തി. അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രം. അപ്പം പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും വാമപ്പ് സെറ്റ് ഉണ്ട്. വാം സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മറ്റേ ജസ്റ്റ് ബേസിക് വാമപ്പ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ടിനെ ലൈറ്റ് കുറച്ച് വെയിറ്റ് വെച്ച്, അതായത് ഇപ്പം ഞാനിപ്പോൾ ഇത് ഒരു 35 കിലോ ചെയ്യാൻ പോകുന്നെങ്കിൽ ഒരു 10-15 കിലോ വെച്ച് ആദ്യം ഞാൻ തുടങ്ങും. ജസ്റ്റ് ഒരു വാമപ്പ്, അതൊന്ന് ഫീൽ ചെയ്യാൻ, ട്രൈസെപ്സ് ഒന്ന് ആക്ടിവേറ്റ് ആകാൻ. എന്ന് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കൂട്ടിയിട്ട് ഒരു കുറച്ചും കൂടെ റെപ്പ്. ഇപ്പോൾ 20 റെപ്പും 15 റെപ്പുമാണ് ആദ്യത്തെ വാമപ്പ് ഇട്ടേക്കുന്നത്. അപ്പം ഫോം എന്നാണെന്ന് ഞാൻ പറയാം. അപ്പം ഇതിൻ്റെ ഫോം പുള്ളി പറഞ്ഞേക്കുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിൽ എനിക്ക് തോന്നിയത്, ഇത് കണ്ടു കഴിഞ്ഞ് എനിക്ക് ചെയ്തിട്ട് ഇച്ചിരി കൂടെ ബെറ്റർ ഒരു ആക്ടിവേഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്യാൻ നേരം എനിക്ക് ഭയങ്കരമായിട്ടും എൽബോയിൽ സ്ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അല്ല, കുറച്ചും കൂടെ വെയിറ്റ് ഇട്ട് കഴിഞ്ഞ് ഗ്രാജുവലി ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ നേരം ഓക്കെ. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനെയല്ല ചെയ്യുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, ഒത്തിരി വളവ് വേണ്ട, എന്നിട്ട്
നമ്മുടെ സാധാ നമ്മൾ കൈ നിൽക്കാൻ നേരം നമ്മളിങ്ങനെ നിൽക്കത്തില്ലേ, ഇങ്ങനെ നിൽക്കുന്ന പോലെ തന്നെ കൈ നിൽക്കുവാണ്. എൽബോസ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്, ലൈക്ക് ഓരോ ലിഫ്റ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ പൊങ്ങിപ്പോകരുത്, താഴോട്ട് പോകുമ്പോൾ ഇങ്ങനെ പുറകോട്ട് പോകരുത്. അതവിടെ സ്റ്റേബിളായിരിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നൊരു കാര്യമാണ്, നമ്മളൊരിക്കലും ഇങ്ങനെയല്ല നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഇങ്ങനെ പിടിക്കുന്ന പോലെ ഇങ്ങനെയല്ല, നമ്മൾ നിൽക്കാൻ നേരം കൈ ഇച്ചിരി ഫ്രണ്ടിലായിരിക്കും, ബോഡിയുടെ ഒരു കുറച്ച് ഫ്രണ്ടിൽ ഒരു ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ചെരിവാണ്. അപ്പോൾ ആ ചെരിവ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. സോ അങ്ങനെ ചെരിവ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എൽബോ അവിടെ സ്റ്റേബിളാണ്. ദിസ് ഈസ് വാട്ട് വി വിൽ ബി ഡൂയിങ്. പുഷ് എന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ താഴോട്ട് പോകണമെന്നില്ല, ഇവിടെയാണ് ടൈറ്റ് ആക്കുന്നത്, ഇങ്ങോട്ട് പോകണമെന്നില്ല. സോ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഹോൾഡ്, സ്റ്റേബിള്. അപ്പോൾ എനിക്ക് ട്രൈസെപ്സ് മാത്രം നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ. സോ ഒരു വാം സെറ്റ് കഴിഞ്ഞാണ് നമുക്ക് അടുത്ത വാം സെറ്റിലോട്ട് പോകാം. ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട്, ഇത് പുതിയ ജിമ്മാണ്. ഇവിടുത്തെ മെഷീൻസിൻ്റെ ഒരു വലിക്കുന്നൊരു രീതി അല്ലെങ്കിൽ ഇതിൻ്റെ പിടുത്തം അതെല്ലാം ഇച്ചിരി ഡിഫറൻസ് കാണും. മാത്രമല്ല ഈ പ്ലാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജിമ്മിൽ പോയിട്ട് ആംസ് ചെയ്തു ചുരുക്കമാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ വെയിറ്റുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരണം. ലൈക്ക് ഇവിടുത്തെ വെയിറ്റ്സും മറ്റേ ഇതും കറക്റ്റാണോ, എൻ്റെ കൈ പോകുന്നതെല്ലാം കറക്റ്റാണോ എന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. പക്ഷേ നമ്മളിവിടെ സ്പെസിഫിക്കലി എടുത്ത് നോക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വി മസ്റ്റ് പുഷ് ടു ഫെയിലിയർ, റൈറ്റ്? അപ്പോൾ അതെങ്ങനെ ഫെയിലിയറിലോട്ട് പുഷ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വെയിറ്റ് ഒരു 35 കിലോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 35 കിലോ വെച്ചിട്ട് ഇതാദ്യം പോകുമെന്ന് നോക്കാം. നമ്മുടെ ടാർഗറ്റ് റെപ്പ് എന്ന് പറയുന്നത് 12 റെപ്പാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഫോം ഉണ്ടല്ലോ, ഈ ഫോം കളയരുത്. ഈ ഫോം അങ്ങനെ തന്നെ സ്റ്റേബിൾ ആക്കിക്കൊണ്ട് കൈ അവസാനം അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ചിലരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് റെപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ കൈ വെച്ച്, ഐ എം നോട്ട് സെയിങ് ദാറ്റ്സ് റോങ്. ചിലരുടെ ബോഡിക്ക് അങ്ങനെ അപ്പോഴും ട്രൈസെപ്സ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുകളുണ്ട്. ബട്ട് ഇഫ് യു ആർ ഫീലിംഗ് എൽബോ പെയിൻ ആൻഡ് എൻ്റെ പോലെ തന്നെ അത്യാവശ്യം കൈക്ക് നീളമുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ട്രൈസെപ്സ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ബെറ്റ്. അപ്പം ഈ വെയിറ്റ് 12 റെപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൈ ഒരു ബോഡിക്ക് ഒരു കുറച്ച് ഫ്രണ്ടിൽ നമ്മൾ സാധാരണ നിൽക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ എൽബോസ് അവിടെ സ്റ്റേബിൾ. എന്നിട്ട് നമുക്ക് വെയിറ്റ് കൈ പിടിക്കുക. വെയിറ്റ് കയ്യിലെടുത്ത് കഴിയുമ്പോഴത്തേക്കും എൽബോസ് അവിടെ സ്റ്റേബിളായി. പിന്നെ ആകപ്പാടെ പുഷിങ് ടുവേർഡ്സ് എ ഫ്രണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13. അതിൽ കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ 13 റെപ്സ് എത്തിയിട്ട് പോലും എനിക്ക് വലിയ ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യുന്നില്ല. ഐ കുഡ് സ്റ്റിൽ ഡൂ മോർ. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ റെപ്പ് റേഞ്ചിൽ എനിക്ക് കുറച്ചും കൂടി ഹെവി പുഷ് ചെയ്താൽ നല്ലതാണ്. വി ഷുഡ് ലിഫ്റ്റ് ഹെവി, ബട്ട് ദാറ്റ് ഷുഡൻ ബി ദ കോസ്റ്റ് ഓഫ് ഇഞ്ചുറിങ് യുവർ എൽബോ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ 35 ഓക്കെ ആയിരുന്നു. ഒരു റെസ്റ്റ് ടൈം ഇപ്പോൾ ഇട്ടേക്കുന്നത് ഓരോ വർക്കിംഗ് സെറ്റിൻ്റെ ഇടയ്ക്ക് 2 മിനിറ്റും വർക്കൗട്ടുകൾക്കിടയ്ക്ക് 3 മിനിറ്റ്സും അങ്ങനെ ഇട്ടേക്കുന്നത്. സോ ഞാനിപ്പോൾ എൻ്റെ വാച്ചിൽ ടൈമറിൽ 2 മിനിറ്റ്സിന് വേണ്ടിയുള്ള ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 35 നേരെ 45 ഇടാൻ പോകുന്നു. എന്നിട്ട് അടുത്തതെന്ന് പറയുന്നത് 10 റെപ്പാണ്. ഇനി വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ 35 ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ 12 റെപ്പിൽ കൂടുതൽ പോകും, ഒത്തിരി പോകുന്നു. സോ ഞാനിപ്പോൾ എൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 സെറ്റ്സ് ഓഫ് 12,10 എന്നാണ് എഴുതിയേക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഹൈഫൺ ഇട്ടിട്ട് 35 കിലോഗ്രാം അതിൻ്റെ ബ്രാക്കറ്റിൽ. അത് ചെയ്യേണ്ട കാര്യമില്ല. മോർ ദാൻ ദാറ്റ് എന്നുള്ള രീതിയിലാണ് ഞാനവിടെ പ്ലസ് ഒന്ന് ഇട്ട് വെക്കും. പ്ലസ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം അത് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ ചില അടയാളങ്ങൾ ഇട്ട് വെച്ചേക്കുന്നത്. സോ വി വിൽ പുട്ട് 45 ആൻഡ് 2 മിനിറ്റ് ആകുമ്പം വിൽ ട്രൈ ടു ഡു 10 റെപ്സ് ടു ഫെയിലിയർ. അത് ഫെയിലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ യൂഷ്വലി ഞാൻ ചെയ്യുന്നത് ആ ഒരു വെയിറ്റ് വെച്ച് ടിൽ ഫെയിലിയർ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരാഴ്ചത്തേക്ക്. കാരണം അടുത്ത ആഴ്ചത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ എത്ര വരെ പോയി കഴിഞ്ഞാൽ 10ൽ ഫെയിലിയർ ആകുമെന്ന്. സോ 45.
ഇതിനിടയ്ക്കത്തെ വെള്ളം കൂടി ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടോട്ടൽ ഡെയിലി വെള്ളത്തിൻ്റെ ആ കുടിയിലൂടെ ഞാൻ കൗണ്ട് ചെയ്യാറില്ല. ദിസ് ഈസ് ജസ്റ്റ് സം എക്സ്ട്രാസ്. വന്നോട്ടെ. സോ ഇവിടെ ഡൗൺ ലൈറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരിയും കൂടി അടിപൊളിയായിട്ട് കൈ കാണാൻ പറ്റും. ആസ് യു ക്യാൻ സീ എനിക്ക് ട്രൈസെപ്സ് മാത്രം നല്ല രീതിയിൽ ഫീൽ ആകുന്നുള്ളൂ. ബട്ട് യൂഷ്വലി ഞാൻ അങ്ങനെ പുഷ് ചെയ്യാൻ നോക്കാം, അന്നേരം എനിക്ക് എൽബോയ്ക്ക് പെയിൻ വരും. ലൈക്ക് അത്യാവശ്യം ഹെവി വരുമ്പോഴത്തേക്കും എൽബോയ്ക്ക് പെയിൻ വരും. പിന്നെ നിങ്ങളിപ്പോൾ അവിടെ ശ്രദ്ധിച്ച് കാണും, ലാസ്റ്റിൽ ആ സെയിം ഫോമിൽ ഞാൻ ഫെയിലിയർ പോകാനാണ് നോക്കിയത്. ഐ കുഡിൻറ്റ് ഈവൻ ഡു ദ റെസ്റ്റ് ഓഫ് ദാറ്റ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഫെയിലിയർ പുഷ് ചെയ്യേണ്ടത്. ചിലർ ഫെയിലിയർ പുഷ് ചെയ്യുമ്പോൾ ഷോൾഡറൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സം പീപ്പിൾ ഡു ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. എനിക്ക് ഇപ്പോൾ ഏതാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് തോന്നിയത്, എനിക്ക് പെർഫെക്റ്റായിട്ട് എന്താണോ തോന്നുന്നത്, എൻ്റെ ബോഡിക്ക് എന്താണ് വർക്കാകുന്നത്, അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. സോ നിങ്ങളത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഈസ് ഇറ്റ് സ്യൂട്ടിങ് യു? നിങ്ങൾക്കത് റോങ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത്, അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പം അല്ലാത്തവർ ചെയ്തിട്ട് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ് ടു യുവർ ഹാർട്ട്, ഡു ഇറ്റ്, യു വിൽ മേക്ക് റിസൾട്ട്. നല്ല കിടിലം വെട്ടം. അപ്പം ഞാൻ സീബമിൻ്റെ ഫാൻ എടുത്തുകൊണ്ട് വരാം. അത് ആ മൂലയ്ക്ക് എങ്ങാണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാനാണ് സാധനം ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം. എവിടുന്നാണ് തുടങ്ങുന്നത്? വരെ എത്തിയാൽ മതിയായിരുന്നു. അയ്യോ, എത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് സീബമിൻ്റെ ഫാനുണ്ട്, ഇതിന് സ്പീഡ് കൂട്ടാം. അതുപോലെ അതിൻ്റെ പുറകെ കണ്ടോ ജൂനിയർ മൺട്രേക്ക്. ഓക്കെ, ജോക്സ് അപ്പാർട്ട്, ടൈം ടു ഡു ദ റിയൽ തിങ്. അപ്പോൾ അടുത്തത് നമുക്ക് ഡംബൽ സ്കൾ ക്രഷർ. ഡംബൽ സ്കൾ ക്രഷറിൽ ഇതുപോലെ തന്നെ ഫോം നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ മൈക്ക് ഓൺ ആണോ അവിടെ പോയി നോക്കിയിട്ട് ഒന്ന് കൺഫേം ചെയ്യട്ടെ. ഇല്ല ഞാനിതെല്ലാം പറഞ്ഞിട്ട് അവസാനം മൈക്ക് ഓഫ് ആണല്ലോ. ഓക്കെ. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഹെവി പോകാറില്ല, ബിക്കോസ് എൽബോയ്ക്ക് ഇച്ചിരി പെയിൻ വരാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ജയംപ്രസ് പോലെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പുഷ് ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് തിരിച്ച് എൻ്റെ പഴയതിലോട്ട് തന്നെ വരാം. ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൈ ഇച്ചിരി ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ഡംബൽ പ്രസ്സിനൊക്കെ എടുക്കുന്നത് ഇങ്ങനെയല്ലേ, എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ താത്തിക്കൊണ്ട് വന്ന് ഈ ഷോൾഡറിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാൻ നോക്കുന്നു വിത്ത് ഡംബൽ. ഓക്കെ, ദിസ് ഈസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഐഡിയലി ഇവിടുന്ന് തുടങ്ങുവാണെങ്കിൽ ഇപ്പം നമ്മുടെ എൽബോ ഇരിക്കുന്നൊരു പൊസിഷൻ ഉണ്ടല്ലോ, ഞാൻ പണ്ട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി അടുപ്പിച്ച് വെക്കാൻ നോക്കുമ്പോൾ എനിക്ക് എൽബോ പെയിൻ വരും. സോ ഇത് നമുക്ക് ഒരു ബേസിക് ഒരു സെറ്റപ്പാണ്. ഇവിടുന്ന് നമ്മൾ പുഷ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇനി നമ്മൾ വർക്കൗട്ട് അങ്ങോട്ട് ഫർദർ പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. ഒത്തിരി ആൾക്കാർ നിങ്ങളോട് മൈൻഡ് മസിൽ കണക്ഷനെ പറ്റി പറഞ്ഞു കാണും. അപ്പോൾ അത് എങ്ങനെ വർക്കാവും എന്നുള്ളത് ഞാൻ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും എൻ്റേതായ രീതിയിൽ ഞാൻ പലരോടും എൻ്റെ ക്ലയൻസിനൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് മൈൻഡ് മസിൽ കണക്ഷനിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മളോടാരെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര മസിലാണല്ലോ എന്ന് പറയാൻ നമ്മൾ നേരം ഇങ്ങനെ ബൈസെപ്സ് ഇങ്ങനെ പിടിച്ച് കാണിക്കുമല്ലോ. സോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ആണെങ്കിലും നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ബൈസെപ്സ് മാത്രം നിങ്ങൾ ടൈറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ തെറ്റായിരിക്കും ചെയ്യുന്നത്, എന്നാൽ കറക്റ്റായിട്ട് ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞ് നിങ്ങളിങ്ങനെ പിടിക്കാൻ നേരം നിങ്ങൾ ഇവിടമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒക്കെ ടൈറ്റ് ആയിരിക്കുന്നത് ഇവിടെ മാത്രമാണ്. പക്ഷെ ചിലർ ചെയ്യാൻ നേരം ഇവിടം കൂടെ പിടിച്ച് കൈ ഉൾപ്പെടെയാണ് ടൈറ്റ് ആകുന്നത്. സോ അങ്ങനെയല്ല,
അതല്ലാണ്ട് ബൈസ് മാത്രം ടൈറ്റ് ആക്കുന്ന ആ ഒരു പോയിന്റിൽ അതിനാണ് മൈൻഡ് മസിൽ കണക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ മസിൽ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാം. ഇപ്പം സ്കൾ ക്രഷർ ചെയ്യാൻ നേരം എൻ്റെ കയ്യിൽ വെയിറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൈ കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്യുമല്ല. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. ഈ പുഷിങ് വേറെ, ഇങ്ങനെ നമുക്ക് മസിൽ വെച്ചുള്ള പുഷിങ് വേറെ. ഇപ്പം എനിക്ക് ഷോൾഡറിൻ്റെ പറയുവാണെങ്കിൽ കയ്യിലിപ്പം ലാറ്ററൽ റൈസ് ഇങ്ങനെ ഇരിക്കുകയെന്ന് ചോദിച്ചോ, അപ്പം കൈ കൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ പൊക്കി വിടുന്നത് അത് വേറെ, ആ ടെൻഷൻ വേറെയാണ്. അതുപോലെ തന്നെ ഇപ്പം ഷോൾഡർ വെച്ച് ഇങ്ങനെ ഷോൾഡറിൻ്റെ മസിൽസ് വെച്ച് പുഷ് ചെയ്ത് വിടുന്നത് വേറെയാണ്. സോ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഓക്വേർഡ് ആക്കാൻ വേണ്ടിയല്ല. ജസ്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ലാറ്ററൽ റൈസ് ആണെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് പുഷിങ് ഇറ്റ് അപ്പ് വിത്ത് യുവർ ഹാൻഡ്സ്. കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് പൊക്കുമല്ല, പകരം നിങ്ങൾ ഷോൾഡർ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ കയ്യിൽ വെയിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ പുഷ് ചെയ്യുന്നത് വിത്ത് ഹാൻഡ്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ മസിലിലോട്ട് പോകത്തില്ല, നമുക്ക് ആ ടെൻഷൻ കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് ട്രൈസിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് മാത്രം പൊക്കുവാണെങ്കിൽ എൻ്റെ ട്രൈസിലോട്ട് പോകുന്നത് ഭയങ്കര ചുരുക്കമായിരിക്കും. അപ്പോൾ ചിലർ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവരുടെ മൈൻഡ് മസിൽ കണക്ഷൻ അല്ലെങ്കിൽ അവർ വെയിറ്റ് എടുക്കുമ്പോഴേ അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ചിലർക്ക് അങ്ങനെയല്ല. ചിലർ എത്ര ചെയ്താലും ആ മസിൽ ഫീൽ ചെയ്യത്തില്ല. അതിൻ്റെ റീസൺ ഇതാണ്. ഇപ്പോൾ ചെസ്റ്റിൻ്റെ ആണ് ഞാൻ പറയുന്നതെങ്കിൽ എനിക്കിപ്പം 40 കിലോഗ്രാമോ 45 കിലോഗ്രാമോ എനിക്ക് ഡംബൽ പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഓരോ തവണ ട്രൈ ചെയ്യുമ്പോഴും എനിക്ക് ചെസ്റ്റിൽ നിന്നുള്ള ആക്ടിവേഷൻ പോവുക. എനിക്ക് അതിൽ കൂടുതൽ ഷോൾഡർ, ട്രൈസെപ്സ് അങ്ങനെ ഭയങ്കരമായിട്ടും എല്ലാത്തിലോട്ടും പോവുക. പക്ഷേ ചെസ്റ്റിന് ഭയങ്കര കുറവുമാണ് കിട്ടുന്നത്. പക്ഷേ അതേസമയം ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് കിടന്നിട്ട് ആ ഒരു സ്ക്വീസ് കഴിഞ്ഞു, സ്ട്രെച്ച് കഴിഞ്ഞു. ഇതിൽ കൂടുതൽ ആവട്ടിന് സ്ട്രെച്ച് ഇല്ല. വീണ്ടും സ്ക്വീസ്, ഈ ചെസ്റ്റിൻ്റെ മാത്രം ഒരു സ്ക്വീസ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കുന്നു, ഇതടിക്കുന്നു, ഷോൾഡർ മാത്രം. അപ്പം മൈൻഡ് മസിൽ കണക്ഷൻ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു വർക്കൗട്ട് മാത്രം നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഫോമായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല. കാരണം ഐ ആം സ്റ്റിൽ ഫിഗറിങ് ദിസ് ഔട്ട്. ചില സമയത്ത് എനിക്ക് ഷോൾഡറിൻ്റെ അത് ടെൻഷൻ പോവും, ചില സമയത്ത് കറക്റ്റായിട്ട് ട്രൈസെപ്സ് കിട്ടും. ഇപ്പം ഞാനത് എങ്ങനെ പെർഫെക്റ്റ് ആക്കാമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ പെർഫെക്റ്റ് ആക്കാൻ ഇപ്പം ഞാൻ നോക്കുന്നത് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുക, ഒരു ചെറിയൊരു ബെൻഡ് കൊടുക്കുക, എന്നിട്ട് കൈ ചെവിയിൽ ഇവിടെ നിർത്തുക, എന്നിട്ട് ഈ ഒരു പുഷ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് ട്രൈസെപ്സ് ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്, ചില സമയത്ത് കിട്ടുന്നില്ല. സോ ഇത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഇത് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യാൻ നോക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്.
മൂന്നെണ്ണം. സോ ദ നെക്സ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈസെപ്സിന് വേണ്ടിയാണ്. ട്രൈസെപ്സിൻ്റെ കഴിഞ്ഞു. ഇനി ബൈസ് ചെയ്യാൻ നേരം ബാർബൽ ബൈസെപ്സാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം ഇവിടെ ആപ്ലിക്കബിളാണ്. കൈ ഇവിടെയല്ല, എ ബിറ്റ് ഫോർവേഡ്, ലൈക്ക് നമ്മൾ സാധാരണ നിൽക്കുന്ന ഒരു കുറച്ചാണ് ഇങ്ങനെ ഒരു സ്ലൈറ്റ് ഇത് ആംഗിൾ നിങ്ങൾ കാണുന്നില്ല, ഇങ്ങനെ ഫ്രണ്ടിലോട്ട്. നേരത്തെ ട്രൈസിൻ്റെ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഇവിടെ നിന്ന് എൽബോസ് ബോഡിയുടെ ക്ലോസ് ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് പൊക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ എൽബോ മാറ്റുന്നൊരു മൂവ്മെൻറ്റും ഉണ്ട്. ബട്ട് ഹിയർ വി ആർ ഡൂയിങ് എ ബിറ്റ് ഡിഫറെൻറ്റ്. ഇവിടെ നമ്മൾ കുറച്ച് മുന്നോട്ട് നിർത്തിയിട്ട് എൽബോസ് അവിടെ സ്റ്റേബിളാണ്. ആൻഡ് കേളിങ് ഉള്ളി സ്ക്വീസ് കഴിഞ്ഞു, സ്ക്വീസ് കഴിഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞാൽ അടുത്ത സബ്ജക്റ്റീവ് കാര്യം പറയാം. ബാർബൽ കേൾ ഹെവി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ബൈസെപ്സ് തന്നെ കിട്ടുന്നവരുമുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ഹെവി പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് ബൈസിനേക്കാൾ കൂടുതലിനകത്തോട്ട് ഇവിടെ ടെൻഷൻ പോകുന്നുണ്ട്. ഇതിനകത്തൊരു പെയിൻ വരുന്നുണ്ട് രണ്ട് സൈഡിലും. പണ്ട് എന്നോട് പറഞ്ഞതിൽ എൻ്റെ ഫോറാം ഓൾറെഡി ഓവർ യൂസ്ഡ് ആണ്. സോ നമ്മളൊരു വർക്കൗട്ട് ഹെവി ആയിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാൻ നേരം അത് ഓവർടേക്ക് ചെയ്യാറുണ്ട്. അന്ന് എനിക്ക് റെസ്ട്രിക്ഷൻ്റെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് ഹാവ് ഇറ്റ് എനിമോർ. ഇപ്പോൾ എനിക്ക് സസ്റ്റൈനബിൾ ആയിട്ടൊരു വേഗം തോന്നിയിട്ടുള്ളത് ഒത്തിരി ഹെവി പോകുന്നതിലും എൻ്റെ മസിൽസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഇനഫ് വെയിറ്റ് മതി. ഇതിപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുവാണ് ഈ ജിമ്മിലെ വെയിറ്റ്സ് വെച്ച് ഇത് ഓക്കെ ആണെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു എത്രയായിരുന്നു നോക്കട്ടെ. വാമപ്പ് സെറ്റ്സ് 2 സെറ്റ് ഉണ്ടായിരുന്നു, 15 റെപ്പും 12 റെപ്പും. അടുത്തത് വരുന്നത് 10 റെപ്പും 8 റെപ്പുമാണ് വരുന്നത്. എന്നാണേലും സെക്കൻഡ് സെറ്റിൽ ഫെയിലിയർ പോകണം. ഫസ്റ്റ് സെറ്റും ഫെയിലിയർ പോകാൻ നോക്കണം, ബട്ട് സെക്കൻഡ് സെറ്റ് എന്നാണേലും ഫെയിലിയർ പോകണം. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ കൈ കുറച്ച് ഫ്രണ്ടിൽ, എൽബോസ് സ്റ്റേബിള് ആൻഡ് സ്ക്വീസ്. 1 2 3 4 5 6 7 8 9. അപ്പോൾ ഈ വെയിറ്റ് അല്ല, നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് കൈ ഒരു കുറച്ച് മുന്നോട്ട് വെച്ചുള്ള ഒരു ബൈസെപ്സിന് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കൈ ഒരു കുറച്ച് പുറകോട്ട് വെച്ചിട്ടുള്ളതാണ്. 2 ഹെഡിനാണ്, ലോങ് ഹെഡ് ഷോർട്ട് ഹെഡ്, അങ്ങനെ 2 ഹെഡ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഒരു സ്ലൈറ്റ്ലി ഇൻക്ലൈൻ ആയിട്ടൊരു ബെഞ്ചിൽ കിടന്നിട്ട്, തിരിഞ്ഞെന്ന് പറയില്ലേ, ഫാൻ അടിക്കുന്നുണ്ടായിരിക്കും. സ്ലൈറ്റ്ലി ഇൻക്ലൈൻ ആയിട്ടുള്ള ബെഞ്ചിൽ കിടന്നിട്ട് നമ്മൾ കൈ ബാക്കിലോട്ട് ഇട്ടേക്കുക. എന്നിട്ട് ഇവിടുന്ന് എൽബോ ഇവിടുന്ന് പിന്നെ പൊങ്ങരുത്, എൽബോ അവിടെ സ്റ്റേബിൾ ആയിരിക്കണം. ഈ കേള് അപ്പോൾ ആദ്യം ചെറിയൊരു വെയിറ്റ് വെച്ച് വാമ്പ്.
അത് ജസ്റ്റ് വാമപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ആംസിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. പക്ഷേ കാഫ് നമ്മളിപ്പം മോർ ഓഫൺ ട്രെയിൻ ചെയ്യും. ലെഗ് ഡേയിലായിരുന്നു തുടങ്ങിയത്. പക്ഷേ എപ്പോഴൊക്കെ റിക്കവർ ആയെന്ന് ഫീൽ ആകുന്നു, അതിന് വലിയ ടെൻഷനില്ല, സ്ട്രെയിൻ ഇല്ല, അങ്ങനെ തോന്നുന്നൊരു പോയിന്റ് ലെറ്റ്സ് സേ 2 days അല്ലെങ്കിൽ 1 day. ഇപ്പോൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാഫ് ഹിറ്റ് ചെയ്യും. അത് ഏത് ഡേ ആണെന്ന് നോക്കുന്നില്ല, അന്ന് ഞാൻ കാഫ് ഹിറ്റ് ചെയ്യുന്നു. ബിക്കോസ് വി നീഡ് ടു ബ്രിങ് ദിസ് അപ്പ്. അപ്പം ഒത്തിരി ഒന്നുമില്ല, 2 സെറ്റേ ഉള്ളൂ. സീറ്റഡ് ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് അത്യാവശ്യം ഇപ്പോഴും ടെൻഷൻ നിൽപ്പുണ്ട് കാലിൽ, കാഫയിൽ. അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല. സോ സ്റ്റാൻഡിങ്ങിൻ്റെ 2 സെറ്റ്, അത് 10 റെപ്പും രണ്ടാമത്തേത് 8 റെപ്പോ അല്ലെങ്കിൽ വീണ്ടും 10 റെപ്പോ അടിക്കാൻ നോക്കും. സോ നമ്മുടെ സെഷൻ ഫുള്ള് കഴിഞ്ഞു. ഇനി ടൈം ഫോർ ജിം ടൂർ. ആംസും കഴിഞ്ഞു, കാഫിന് ചെയ്യേണ്ടിരുന്ന വർക്കൗട്ടും കഴിഞ്ഞു. നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഇറങ്ങിപ്പോകാം. ആദ്യം തന്നെ ആമിൻ്റെ ഒരു കൊച്ചു പമ്പിരിക്കട്ടെ. ലെഗ് ഡേ അല്ലെങ്കിൽ പോലും ലെഗ് കാണാൻ ഒരു മെനയുണ്ടെന്ന്. അപ്പം നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഈ ഒരു സൈഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഡംബൽസ് അങ്ങനത്തെ ഐറ്റം എല്ലാം ഇരിക്കുന്നത്. അത് ഈ ഒരു സൈഡിലോട്ട് ഇവിടെ ഉണ്ട്, കുറച്ച് ഹെവി വെയിറ്റ് ആണ്ട് ആ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. പിന്നെ അയ്യോ, ഇത് ഞാൻ നേരത്തെ കണ്ടില്ല. ഇത് കാണാഞ്ഞുകൊണ്ടാണ് ഞാൻ മറ്റേ ബൈസപ്പ് കേളിന് മറ്റേ വെയിറ്റ് ഇട്ട് അല്ലാണ്ട് അടിച്ചത്. അടുത്ത പ്രാവശ്യം അപ്പ് ചെയ്തെടുക്കാം. പിന്നെ വരുന്നത് സീബമ്മിൻ്റെ ഫാന്. അപ്പം ഈ ഒരു ഏരിയ ശരിക്കും പറഞ്ഞാൽ ഡംബൽ ഏരിയ മാത്രമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബോക്സിങ് ഏരിയ ആയി. അപ്പം ഇതിനെപ്പറ്റി നമുക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ട് ഇതിൽ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിട്ട് ഓരോ മെഷീൻ്റെയൊക്കെ പേര് പറയുക. ഡ്രം സെറ്റ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മൺട്രേക്ക് പയ്യൻ. നമ്മൾ തുടങ്ങിയതാണ്ട് ആ സൈഡിൽ നിന്ന് അവിടെ ഡമ്പലൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെ കെറ്റിലെ സാധനങ്ങളുണ്ട്, കെറ്റിൽ ബെല്ല് സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെയാണ് മറ്റേ ബമ്പർ പ്ലേറ്റുകളെല്ലാം വരുന്നത്. കാലിസ്തനിക്സ് ഏരിയ, മറ്റേ റിങ്ങുകൾ. പിന്നെ ഇവിടെ നമ്മൾ സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് അതെല്ലാം ചെയ്യുന്ന ഈ ഒരു ഏരിയയില. മെഡിസിൻ ബോളുകളുണ്ട്, അവിടെ കുറച്ച് മാറ്റുകൾ കിടപ്പുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഫുൾ എ സിയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഏരിയ അവിടെ കിടപ്പുണ്ട്. അപ്രോക്സിമേറ്റ്ലി 12,500 or 13,000 സ്ക്വയർ ഫീറ്റ് എന്നാണ് പുള്ളി പറഞ്ഞതാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഓരോ മെഷീൻസ് കാണിക്കാം. കേബിളിൻ്റെ ഒരു മെഷീൻ കിടപ്പുണ്ട്. ഇത് സംഭവം എനിക്ക് മനസ്സിലായി, പക്ഷേ അതിൻ്റെ പേരെനിക്കറിയത്തില്ല. മറ്റേ നമ്മൾ ഈ കാല് വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ ആടി പോകുന്നൊരു സംഭവമില്ലേ, അതുപോലെ താണ്ട ഈ അഡക്ടർ മെഷീൻസ്. പിന്നെ സീറ്റഡ് ലെഗ് എക്സ്റ്റൻഷൻ. പിന്നെ ഇത് വേറൊരു കേബിൾ മെഷീൻ. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് മറ്റേ ചെസ്റ്റിനും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കൂട്ടൊരു വേറൊരു കേബിൾ മെഷീൻ. ഇത് ഒത്തിരി ജിമ്മുകളിലില്ലാത്തതാണ്. ലാറ്ററൽ റൈസസിൻ്റെ മെഷീൻ വേർഷൻ, നമ്മളിവിടെ സ്റ്റേബിളായിട്ട് ബോഡി വെച്ചിട്ട് ലാറ്ററൽ റൈസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ പുൾ ഡൗണും മറ്റേ സീറ്റഡ് പുള്ളിങ്ങിൻ്റെ മെഷീനുണ്ട്. എൻ്റെ കഴിഞ്ഞു. ശരി എന്നാൽ ബൈ. ഇവിടെ ഹൊറിസോണ്ടൽ ലെഗ് പ്രസ് ഉണ്ട്. അത്യാവശ്യം നൈസാണ്. ഇവിടെ നോക്കിയാൽ പെഗ് ഡെക്ക് മെഷീന്, ഇവിടെ ലൈയിങ് ലെഗ് കേൾ മെഷീന്, പിന്നെ ഫോം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ട്രൈസെപ്സും ചെസ്റ്റും മാറി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടിനുള്ളതാണ് ഇരിക്കുന്നത്.
ട്രൈസെപ്സിൻ്റെ ഡിപ്സാണ് മെയിനായിട്ട്. ഇച്ചിരി കൂടി ഫോക്കസ് ചെയ്താൽ ചില സമയത്ത് ചെസ്റ്റും സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആപ്സിൻ്റെ ക്രഞ്ചസിനുള്ള മെഷീന്, ഇത് മറ്റേ ഗ്ലൂട്ട്സ് അങ്ങനത്തെ ഹിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനുള്ളത്, ചവിട്ടി മറ്റേ ബാക്കിലോട്ട് ഇങ്ങനെ പോകത്തില്ലേ, സിംഗിൾ ലെഗ്, മറ്റേ റിവേഴ്സ് കിക്ക് ബാക്ക്, അങ്ങനത്തെ ഐറ്റം. ഇത് പെക്ടറൽ ഫ്ലൈ മെഷീൻ. ഇവിടെ ഇത് ഷോൾഡർ അല്ലായിരുന്നു, അതെ, ഇത് ഷോൾഡർ പ്രസ്സിൻ്റെ മെഷീന്. ഇവിടെ കാഫിൻ്റെ എക്സ്റ്റൻഷൻ്റെ ഒരു മെഷീനുണ്ട്. ഇതും മറ്റേ പറഞ്ഞ പോലെ നമ്മൾ ഈ നിന്നിട്ടിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ട്വിസ്റ്റ്, സീറ്റഡ് ട്വിസ്റ്റുകളൊക്കെ ഇല്ലേ, ആ ട്വിസ്റ്റിന് അതിന് പകരമുള്ള മെഷീനാണിത്. അപ്പോൾ അതിന് വെയ്റ്റ്സും ഉണ്ട്. അപ്പോൾ ആ വെയ്റ്റ്സിന് അത്രയും ടെൻഷൻ അനുസരിച്ച് നമുക്കിങ്ങനെ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ചെസ്റ്റ് പ്രസ്സിൻ്റെ ഒരു മെഷീനുണ്ട്. പിന്നെ ഇവിടെ പുൾ ഡൗൺ അല്ലാത്തൊരു മെഷീൻ ഇരിപ്പുണ്ട്. സീറ്റഡ് റോയിങ്ങിൻ്റെ മെഷീൻസ് അറിയാമല്ലോ, പുള്ളപ്പ്, ഡിപ്സ്, അങ്ങനത്തെ ഐറ്റം എല്ലാം. ഇവിടെ ബൈസപ്പുകളുടെ മെഷീൻ. ഇത് ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ് വെയിറ്റ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെയും മറ്റേ നമ്മുടെ ഹിപ്പിൻ്റെ തന്നെ അഡ്ഡക്റ്റേഴ്സിൻ്റെ അഡക്റ്റേഴ്സിൻ്റെയും സൈഡിൽ നിന്നുള്ള ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ കാണിക്കാം. ഇത് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഞാൻ ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ വെച്ചേക്കുന്നത് കാണിക്കാം. ഇത് കണ്ടോ, അങ്ങനെ മൾട്ടി ഹിപ്പ് മൂവ്മെൻ്റ് ഉള്ളതിന്. പിന്നെ ഇവിടെ ടീ ബാർ റോയിങ്, ചെസ്റ്റ് സപ്പോർട്ടഡ്. ഇത് മറ്റേ ഹിപ്പ് ത്രസ്റ്റിൻ്റെ മെഷീനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ആണെന്ന് തോന്നുന്നു. ഹിപ്പ് ത്രസ്റ്റിൻ്റെ മെഷീനായിരിക്കണം. ഇവിടെ മറ്റേ സ്ക്വാഡ്സിന് വേണ്ടിയുള്ള സ്മിത്ത് മെഷീന്, സീറ്റഡ് കാഫ് റൈസസ്, ലെഗ് പ്രസിൻ്റെ മെഷീന്, കാർഡിയോക്കുള്ള ട്രെഡ്മില്ലെല്ലാം, അതുപോലെ ബൈക്ക്, റോയിങ് മെഷീന്. പിന്നെ അത്യാവശ്യം കാർഡിയോയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും. അത്യാവശ്യം നല്ല വലിപ്പം തന്നെയുണ്ട് ജിമ്മിന്. ഫീസ് വരുന്നത് പെർ മന്ത് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3000 ആണ് വരുന്നത്. പിന്നെ ഇവിടെ ആവറേജ് ജിമ്മിന് എന്നാലും 2000, 2500 ഒക്കെ അടുത്താവും. സോ 3000-ന് ഇത്രയും എക്യുപ്മെൻറ്റ്സ് കിട്ടുന്നതിൽ ഇറ്റ്സ് നോട്ട് എ വെരി എക്സ്പെൻസീവ് പോർഷൻ. ഇവിടെ സ്റ്റെയർ കയറി വന്നാണ് വാഷ്റൂമിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് ജിമ്മിലെ മൊത്തം എക്യുപ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ആ ഒരു മൂലം ഉണ്ടോ അവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറിയാലാണ് നമ്മൾ ആദ്യം തുടങ്ങിയ ഡമ്പലിൻ്റെ ഒക്കെ പോർഷനും ബോക്സിങ്ങിൻ്റെ ഒക്കെ സൈഡിലോട്ട് പോകുന്നത്. അപ്പം ദിസ് ഈസ് ദ ന്യൂ ജിം. ബോക്സിങ് ഓർ ഗ്രൂപ്പ് ക്ലാസ്സസ് നോക്കുന്നവർക്ക് വേണ്ടിയാണെങ്കിൽ ഇവിടെ വേറൊരു സെറ്റപ്പും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇവിടെ ഗ്രൂപ്പ് ക്ലാസ്സസ് ഒക്കെ നടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വെയ്റ്റ്സ് കാര്യങ്ങൾ, മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ കോൺ വെച്ച് നമ്മൾ റണ്ണിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയുള്ള ഒരു ഫുൾ ഏരിയ. പിന്നെ ആ സംഭവം എനിക്ക് തോന്നുന്നത് നമ്മുടെ അതിൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല, ആൾക്കാർ മറ്റേ കാലുകൊണ്ട് ഇങ്ങനെ ചാടിക്കേറി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, നമ്മുടെ ട്രഡീഷണൽ ഈ കളരിയൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സാധനം, അതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും ആണെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പം ഇവിടെ വലിയൊരു സെറ്റ് ഓഫ് മിറർ വരുന്നുണ്ട്. വെള്ളം എടുക്കുന്നത് ഇവിടെ. ഇനി വേറെ കാര്യമുണ്ട്, ഈ ഗ്ലാസ്സിന് ഇവിടെ ഒരു LED സ്ട്രിപ്പ് ഉണ്ട്, ഇപ്പോൾ കാണിക്കാം. ഇനി അതാ സ്വിച്ച് ഒന്ന് നോക്കട്ടെ. അല്ല കിട്ടിയടാ നിന്നെ. അപ്പോൾ ഒരു പ്രകാശം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇതിപ്പോൾ ഞാൻ എന്നെ കാണാൻ വേണ്ടി തന്നെ എടുത്ത് വന്നതാണ്, ലൈറ്റ് കാണിക്കാൻ വേണ്ടിയല്ല. വെരി സ്മെല്ലിങ് കുട്ടൻ. അവിടെ നിൽക്കട്ടെ. ഇനി വെട്ടം കാണിക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു ഉച്ച സമയം ആയതുകൊണ്ട് ആ വെട്ടം അത്ര എടുത്ത് കാണുന്നില്ല. ഈ ഒരു സ്ട്രിപ്പ് ഉള്ളപ്പം രാത്രിയിൽ അത്യാവശ്യം നല്ലൊരു കളർ കിട്ടും. പോസിങ്ങിനൊക്കെ സെറ്റാണ് ഈ ഒരു ഏരിയ. പിന്നെ ഇവിടെ ഒരു കഫേ ഏരിയ ഉണ്ട്. ഈ കഫേ ഇപ്പോൾ റണ്ണിങ് ആണോ? കോഫി ഐറ്റം മാത്രം, ഷെയ്ക്ക്? അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഇതാണ് ഇപ്പോൾ ഞാൻ വരുന്ന ജിമ്മ്. സ്പാർട്ടൻ ഫിറ്റ്നസ് എന്നാണ് പേര്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചെറിയ ഏരിയയിൽ നമുക്ക് പാർക്കിങ്ങും ഉണ്ട്. ബൈക്കിൽ വരുന്നവരൊക്കെ അപ്പുറത്തെ ഏതോ സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ തന്നെ അത്യാവശ്യം ലോങ് ആയിരിക്കും. നിങ്ങൾക്ക് ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് ജിമ്മ് കാണണമെന്നുണ്ടെങ്കിൽ ഐ വിൽ മേക്ക് എ പ്രോപ്പർ വീഡിയോ, ലൈക്ക് ഒരു റീൽ മോണ്ടാജ് പോലെ അപ്പോൾ ഇതിൽ എനിക്കിപ്പം ഓസ്മോ പോക്കറ്റിൽ കയ്യിലിരിക്കാൻ നേരം എല്ലാം ഇങ്ങനെ വെച്ച് എടുക്കാൻ നേരം ആ ഒരു
ഭയങ്കര ഒരു വൈഡൊരു ഫീലുണ്ട് വ്ളോഗിങ് ക്യാമറ ആയതുകൊണ്ട്. അപ്പോൾ അടുത്ത ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പ്രോപ്പറായിട്ട് ക്യാമറ വെച്ചായിട്ട് തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് സംഭവം എടുക്കുക. ഓരോ ഷോട്ടിലെ ഓരോ മെഷീൻസ് കാണിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിലും ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോയിൽ മോർ അബൌട്ട് ട്രിവാൻഡ്രം, ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നു, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഭയങ്കര ലോങ് ആയിരിക്കും. ഇനിയിപ്പോൾ ചെന്നിട്ട് ജസ്റ്റ് ക്രിയാറ്റിൻ എടുക്കുന്നു. മേടിച്ച് വെച്ച കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇന്നലെ ട്രിവാൻഡ്രം ലുലുവിൽ പോയപ്പോൾ മേടിച്ചായിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങൾ, ഫുഡുകളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് ട്രാക്ക് ചെയ്ത് പോകുന്നത്. So I will see you in another video and thank you for watching. That's the arm day done and I will see you tomorrow. Maybe tomorrow, കാരണം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ പണിയൊന്നുമില്ല. അപ്പം നാളെ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങി വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് അന്നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം what I am doing here. Okay, bye.